يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. عن أبي هريرة رضي الله عنه قال النبي صلى الله عليه وسلم من صام رمضان إيمانا واحتسابا أغفر له ما تقدم من ذنبه. മുത്തഫഖ് അലൈഹി. സഹോദരന്മാരെ, ഞാൻ കുറച്ച് സമയം നോമ്പിന്റെ വിധിവിലക്കുകളെ കുറിച്ച് സംസാരിക്കാം, എന്നിട്ട് ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. പരിശുദ്ധ റമദാൻ 1-2 ദിവസത്തിന്റെ അകം സമാഗതമാവുകയാണ്. അപ്പോ നോമ്പിനെ കുറിച്ച് ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. നമ്മുടെ തഖ്വ കഴിഞ്ഞ റമദാനിന് ശേഷം കുറഞ്ഞ് വന്നിരിക്കുകയാണ്. ശവ്വാലിലും ദുൽഖഅദിലും ഒക്കെ ഉണ്ടായിരുന്ന തഖ്വ ഇപ്പൊ പലരിലില്ല. റമദാനിന് ശേഷം ശവ്വാലിൽ 6 നോമ്പ് നോറ്റ് തിങ്കളും വ്യാഴമൊക്കെ നോമ്പ് നോറ്റവർ ഈ ശഅബാനിൽ 1 നോമ്പ് നോൽക്കാത്തവരുണ്ട്, ഇല്ലയോ? ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധിക്കുക. കസാല കാലുകൾ ഇളക്കരുത്. കുറഞ്ഞ നേരം സംസാരിക്കുള്ളൂ, നിങ്ങൾ കേട്ടോളാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും കൂടുതൽ സുന്നത്ത് നോമ്പുകൾ എടുത്ത മാസം ശഅബാനാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയിൽ നിന്നുള്ള റിപ്പോർട്ടാണ്, ബുഖാരിയാണ്. എന്താ? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും കൂടുതൽ സുന്നത്ത് നോമ്പുകൾ എടുത്തത് ശഅബാനിലാണ്. ഈ ശഅബാനിൽ ഒരു തടസ്സവുമില്ലാതെ ഒറ്റ നോമ്പ് പോലും എടുക്കാത്ത ആളുകളുണ്ട്. അതായത് നമ്മുടെ തഖ്വ ഉണ്ടെങ്കിൽ, തഖ്വ കഴിഞ്ഞ റമദാനിലുള്ള തഖ്വ ഉണ്ടെങ്കിൽ സുന്നത്ത് നോമ്പ് എടുക്കുമായിരുന്നു. ഇനി മറ്റൊന്ന്, ഫറളായ നോമ്പ് നഷ്ടപ്പെട്ടത് മടക്കാനുള്ള ആളുകൾ ഒരു പക്ഷേ ഈ ശഅബാനിൽ അവസാന സമയം, ഇനി റമദാന്റെ മുമ്പ് ടൈമില്ല എന്നുള്ള നിലക്ക് അത് മടക്കിയിട്ടുണ്ടാവും. നല്ല കർമ്മങ്ങൾ മാത്രം മനുഷ്യനിൽ നിന്ന് ഉണ്ടാകും, ചീത്ത കർമ്മങ്ങളൊന്നും ഉണ്ടാവുകയില്ല. അങ്ങനെ റമദാൻ അവസാനമാകുമ്പോഴേക്ക് ലഅല്ലക്കും തത്തഖൂൻ, സൂക്ഷ്മത, തഖ്വ വർദ്ധിച്ചുകൊണ്ടിരിക്കും. വർദ്ധിക്കുന്നവരായ തഖ്വ കൂടിയ ആളുകളായി നമ്മൾ മാറും. അതാണ് അല്ലാഹു പറഞ്ഞത്. നോമ്പ് നിർബന്ധമാക്കിയത് മദീനയിൽ വെച്ച ഹിജ്റയുടെ 2-ാം വർഷം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് കിട്ടി 14 കൊല്ലം കഴിഞ്ഞിട്ടാണ് നോമ്പ് നിർബന്ധമാക്കുന്നത്. നബി മദീനയിൽ ചെന്ന് ഹിജ്റയുടെ 2-ാമത്തെ വർഷം ശഅബാനിലാണ് നോമ്പ് നിർബന്ധമാക്കിക്കൊണ്ടുള്ള കൽപ്പന വന്നത്. പ്രവാചകൻ 9 വർഷം റമദാനിൽ മുഴുവനായി നോമ്പെടുത്തു. മരിക്കുന്നതിന്റെ മുമ്പ് 9 റമദാൻ മുഴുവനായി നബി തിരുമേനി നോക്കുകയുണ്ടായി. നോമ്പ് നിർബന്ധമാക്കിയപ്പോ ആദ്യം എല്ലാവർക്കും എടുക്കണമെന്നുണ്ടായിരുന്നില്ല, ഇഷ്ടമുള്ളവർക്ക് എടുത്താൽ മതിയായിരുന്നു. അല്ലാത്തവർക്ക് വഅലല്ലദീന യുതീഖൂനഹു ഫിദിയത്തുൻ തുആമു മിസ്കീൻ, പാവപ്പെട്ടവന്റെ ഒരു നേരത്തെ ഭക്ഷണം കൊടുത്താൽ മതിയായിരുന്നു. പക്ഷെ നോമ്പ് നിർബന്ധമാക്കി 2-ാമത്തെ 1 കൊല്ലം കഴിഞ്ഞപ്പോ അല്ലാഹു ആ ചാൻസ് എടുത്തു കളഞ്ഞു. ഫമൻ ഷഹിദ മിൻകുമുശ് ശഹ്റ ഫൽയസും, ഹാജരുള്ളവരൊക്കെ നോൽക്കണമെന്ന് വന്നു. രോഗികളെയും യാത്രക്കാരെയും ഒഴിവാക്കി. അപ്പൊ നോമ്പ് നിർബന്ധമാക്കിയപ്പോൾ തുടക്കത്തിൽ എടുക്കാനും ഒഴിവാക്കാനും അനുവാദമുണ്ടായിരുന്നു. നിർബന്ധമാക്കി 1 വർഷം പിന്നിട്ടപ്പോൾ എല്ലാവരും ആരോഗ്യമുള്ളവരൊക്കെ എടുക്കണമെന്ന് പറഞ്ഞു. നോമ്പ് അയ്യാമം മഅദൂദാത്ത്, എണ്ണപ്പെട്ട ദിവസങ്ങളിൽ മാത്രമാണ്. ആ കാലഘട്ടത്തിൽ രോഗിയോ യാത്രക്കാരനോ ആയാൽ നോമ്പ് എടുക്കേണ്ടതില്ല. നോമ്പ് കുട്ടിപ്രായം മുതൽക്ക് പരിശീലിപ്പിക്കാം. 7 വയസ്സ് മുതൽ നമസ്കാരം പരിശീലിപ്പിക്കുന്ന ആ പ്രായത്തിൽ തന്നെ നോമ്പ് ശീലിപ്പിക്കാവുന്നതാണ്. പക്ഷെ നോമ്പിന് നമസ്കാരം പോലെയല്ല, കുട്ടിയുടെ ആരോഗ്യസ്ഥിതി എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ നോക്കണം. ആരോഗ്യം കുറഞ്ഞ കുട്ടികളാകുമ്പോ ചിലപ്പോൾ നോമ്പെടുക്കാൻ കഴിയണമെന്നില്ല. ആരോഗ്യമുള്ള കുട്ടികളെ നോമ്പ് പരിശീലിപ്പിക്കാവുന്നതാണ് നമസ്കാരത്തിനോടൊപ്പം. സഹാബത്ത് അങ്ങനെ ചെയ്തിരുന്നു എന്നും ഹദീസ് ഗ്രന്ഥങ്ങളിൽ
അങ്ങനെ സഹാബത്ത് കുട്ടികളെ നോമ്പ് ശീലിപ്പിച്ചിരുന്നതായി, കളിക്കോപ്പുകൾ നൽകിക്കൊണ്ട് സമയം നീട്ടുന്നതായി, ദീർഘിപ്പിക്കാൻ വേണ്ടി കളിക്കോപ്പുകൾ നൽകിയിരുന്നു എന്നൊക്കെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാനാവും. അപ്പോ കുട്ടിപ്രായം തൊട്ട് തന്നെ നോമ്പെടുക്കണം. നിർബന്ധമാകുന്നത് പ്രായപൂർത്തിയാകുന്നതോടു കൂടിയാണ്. പുരുഷന്മാരാകുമ്പോൾ 15 വയസ്സിൽ നിർബന്ധമാകും, സ്ത്രീകളാകുമ്പോഴും അത് തന്നെ. പക്ഷെ സ്ത്രീകൾക്ക് അതിന്റെ മുമ്പ് ഹൈൽ ഉണ്ടായാൽ അന്ന് മുതൽ സ്ത്രീ പ്രായപൂർത്തി എത്തിയവളായി കണക്കാക്കണം. ഒരു പെൺകുട്ടി 10-ാം വയസ്സിൽ ഹൈലുകാരിയായി, അവൾ അന്ന് മുതൽ ആ വർഷം മുതൽ നോമ്പെടുക്കാൻ അള്ളാഹുവിന്റെ കൽപ്പന അവൾക്ക് നിർബന്ധം. അല്ലാത്തവർ 15 വയസ്സാകുന്നതോടുകൂടി നോമ്പ് എടുക്കേണ്ടതുണ്ട്. അതിന്റെ മുമ്പാണ് കുട്ടിക്കാലം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നീട് നോമ്പ് എടുക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഒരു നോമ്പിന് ഒരു പാവപ്പെട്ടവന്റെ ഒരു നേരത്തെ ഫുഡ് കൊടുത്താൽ മതി. അത് ഓരോരുത്തരുടെ കഴിവനുസരിച്ചാണ് കൊടുക്കേണ്ടത്. അത് ഭക്ഷണമായി തന്നെ കൊടുക്കണം, പണമായി കൊടുത്താൽ പറ്റൂല. 100 രൂപയുടെ ആഹാരം ഒരു നേരത്ത് വീട്ടിൽ കഴിക്കുന്നവൻ നല്ല നിലയിൽ ഏകദേശം 100 രൂപ ഒരു നേരത്തെ ഫുഡിന് വരുന്നുണ്ടെങ്കിൽ അവൻ ഫിദിയ കൊടുക്കുമ്പോൾ 100 രൂപയുടെ ഭക്ഷണ സാധനങ്ങൾ തന്നെ വാങ്ങിക്കൊടുക്കണം. അങ്ങനെ വരുമ്പോൾ ഒരു മാസക്കാലത്തെ നോമ്പ് മുടങ്ങിയ ഒരാള് 30 ദിവസത്തിന് 3000 രൂപയുടെ ആഹാര സാധനങ്ങൾ വാങ്ങിക്കൊടുക്കണം. മറ്റൊരു മനുഷ്യൻ 50 രൂപയുടെ ഫുഡാണ് ഒരു നേരം കഴിക്കുന്നത്, സാധാരണ മട്ടിലുള്ളതാണ്, കരിച്ചതും പൊരിച്ചതും ഒന്നുമില്ല. അയാളെ വീട്ടിൽ ഒരാൾക്കാണ് അസുഖം വന്നതെങ്കിൽ, നോക്കാൻ കഴിയാത്തതെങ്കിൽ, ഫിദിയ കൊടുക്കുന്നതെങ്കിൽ അയാൾ 50 രൂപയുടെ ആഹാരം ഒരു നോമ്പിന്, അപ്പോൾ 1500 രൂപയുടെ ആഹാര സാധനങ്ങൾ വാങ്ങിക്കൊടുക്കണം. അങ്ങനെയാണ് കണക്ക് കൂട്ടേണ്ടത്. ചോദ്യത്തിൽ ഞാൻ വ്യക്തമാക്കാൻ ബാക്കി. നോമ്പെടുക്കാൻ രോഗം മൂലം തടസ്സം വന്നാൽ നോമ്പെടുക്കണ്ട. അത് 3 രീതിയിലാണെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. ഒന്ന്, നോമ്പെടുത്താൽ രോഗത്തിന് ഒരു വർധനവുമില്ല, കുറവുമില്ല, നോമ്പ് കൊണ്ട് ഒരു പ്രശ്നവുമില്ല, അത്തരക്കാർ നോമ്പെടുക്കണം, ഒഴിവാക്കാൻ പാടില്ല. 2, നോമ്പെടുത്താൽ ആരോഗ്യ പ്രശ്നങ്ങൾ ചെറുതായി ഉണ്ടാകും, വലിയ പ്രശ്നമല്ല, ചെറിയ മട്ടിലുണ്ട്, അവര് നോമ്പ് ഒഴിവാക്കലാണ് ഉത്തമം. അവര് പിന്നീട് ആരോഗ്യ പ്രശ്നങ്ങൾ മാറിയ ശേഷം നോക്കി വീട്ടിയാൽ മതി. എന്നും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മുദ്ദു കൊടുത്താൽ മതി. മുദ്ദു കൊടുക്കാൻ സാധിക്കുകയില്ലെങ്കിൽ ഒന്നും ചെയ്യേണ്ടതില്ല. ശരി, നോമ്പെടുത്താൽ രോഗം വർദ്ധിക്കാൻ കാരണമാകും, അവർ നോമ്പെടുക്കാൻ പാടില്ല, ഒരു കാരണവശാലും നോമ്പെടുത്തുകൂടാ. അപ്പോ രോഗവുമായി ബന്ധപ്പെടുത്തി 3 മസ്അലകൾ. ഒന്ന്, രോഗത്തിനൊരു പ്രശ്നമല്ല, രോഗം കൂടൂല കുറയൂല നോമ്പ് കൊണ്ട്, അവർ നോമ്പെടുക്കണം. ചെറിയ നിലക്ക് ബുദ്ധിമുട്ടുണ്ട്, അവർ നോമ്പ് ഒഴിവാക്കലാണ് ഉത്തമം. വലിയ ബുദ്ധിമുട്ടുണ്ട്, അവർ തീരെ നോമ്പെടുക്കാൻ പാടില്ല. എന്നും രോഗികളാണെങ്കിൽ, ക്യാൻസർ പിടിച്ചിട്ടുള്ള അല്ലെങ്കിൽ ആ രീതിയിലുള്ള അസുഖങ്ങൾ, വലിയ അസുഖങ്ങൾ പിടിപെട്ടിട്ടുള്ള ആളുകൾ, അവർക്ക് എത്ര റമദാൻ വന്നാലും നോമ്പെടുക്കാൻ കഴിയും. അങ്ങനെ വന്നിട്ടുള്ള ആളുകൾ രോഗികളാണ്, നോമ്പെടുക്കാൻ സാധിക്കില്ല. അവർക്ക് സാമ്പത്തിക ശേഷിയുണ്ടോ, അവരുടെ ശേഷി അനുസരിച്ച് ഒരു നോമ്പിന് ഒരു നേരത്തെ ഭക്ഷണം എന്ന തോതിൽ ഭക്ഷണ സാധനങ്ങൾ ഭക്ഷണമായിട്ടോ സാധനങ്ങൾ വാങ്ങിക്കൊടുത്തിട്ടോ പാവപ്പെട്ടവർക്ക് നൽകിയാൽ മതി. യാത്രക്കാരനും ഇതേ വിധി തന്നെയാണ് ഉള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നോമ്പിന് യാത്രയിലായി, യാത്രക്കാരന് നഷ്ടപ്പെട്ട നോമ്പോ ആ നോമ്പുകൾ പിന്നീട് നോറ്റ് വീട്ടണം. നോറ്റ് വീട്ടാൻ അവസരം കിട്ടിയിട്ട് നോറ്റ് വീട്ടാതെ മരിച്ചുപോയാൽ അവർക്ക് വേണ്ടി കുടുംബം നോറ്റ് വീട്ടുകയോ അല്ലെങ്കിൽ ഫിദിയ കൊടുക്കുകയോ വേണം. അവസരം കിട്ടിയിട്ട് എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ ഒന്നുകൂടി മനസ്സിലാക്കാം. അതായത് രോഗത്തിനും യാത്രക്കും പ്രത്യേക ഇളവ് 2 സ്ഥലത്ത് അല്ലാഹു പറഞ്ഞു. ഫമൻ കാന മിൻകും മരീളൻ ഔ അലാ സഫരിൻ ഫഇദ്ദതും മിൻ അയ്യാമിൻ ഉഖർ. രോഗിയോ യാത്രക്കാരനോ ആയാൽ അയാൾ നോമ്പെടുക്കേണ്ടതില്ല, പിന്നീട് അത്രയും ദിവസങ്ങൾ നോമ്പ് കഴിഞ്ഞ ശേഷം മടക്കിയാൽ മതി. അഥവാ ഉദാഹരണത്തിലൂടെ പറഞ്ഞാൽ, ഒരാൾ നോമ്പുകാരനായി രോഗിയായി റമദാനിൽ, ഉദാഹരണത്തിന് റമദാൻ 11-ന് രോഗിയായി എന്ന് വെച്ചു, റമദാൻ തീരും വരെ രോഗിയായി, ശവ്വാലിലും ഇയാൾ രോഗിയാണ്, ദുൽഖഅദിലും രോഗിയാണ്, അങ്ങനെ മാസങ്ങളോളം രോഗിയായി. ആ രോഗം മാറാതെ
അവസാനം ആ രോഗത്തിൽ അങ്ങ് മരിച്ചു. ഇയാൾക്ക് എത്ര നോമ്പ് നഷ്ടപ്പെട്ടു? പറയൂ. ഞാൻ പറയണ നിങ്ങൾ ശ്രദ്ധിച്ചെങ്കിലേ ക്ലാസ് ഒപ്പം നടക്കും. പറയൂ, എത്ര നോമ്പാ നഷ്ടപ്പെട്ടെ? പറയൂ. കേൾക്കുന്നില്ല? ഒന്നുകൂടി പറയാം. ഒരു രോഗി റമദാൻ 10 ദിവസം നോമ്പെടുത്തു. 11ാമത്തെ ദിവസമാണ് രോഗം തുടങ്ങിയത്. റമദാൻ തീരും വരെ രോഗം മാറിയില്ല, ശവ്വാലിനും മാറിയില്ല. ദുൽഖഅദിൽ അയാള് രോഗം മാറാതെ രോഗത്തിൽ കിടന്ന് മരിച്ചു. ഇയാൾക്ക് എത്ര നോമ്പ് നഷ്ടപ്പെട്ടു? ഒന്നുകിൽ 19 അല്ലെങ്കിൽ 20. 19ഓ 20ഓ നോമ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇയാൾക്ക് വേണ്ടി കുടുംബം നോറ്റുവീട്ടുകയോ പ്രാശ്ചിത്തം കൊടുക്കുകയോ രണ്ടും ചെയ്യേണ്ടതില്ല. മനസ്സിലായോ ഇല്ലേ? ശരി, എന്താ കാരണം? ഇയാൾ രോഗം മാറി ആരോഗ്യത്തിലേക്ക് തിരിച്ചു വന്നിട്ടില്ല. തിരിച്ചു വന്നവനോടാണ് ഒരു ഉദാഹരണം കൂടി പറയാം, അപ്പൊ മനസ്സിലാവും. ഇതേപോലെ മറ്റൊരു രോഗി 10 നോമ്പ് നോറ്റ് 11ാമത്തെ നോമ്പിന്റെ അന്ന് രോഗിയായി. അയാള് റമദാൻ കഴിയുന്നത് വരെ രോഗി, ശവ്വാലിലും ആദ്യത്തില് രോഗി. ശവ്വാൽ അവസാനമായപ്പോഴേക്ക് അയാളെ രോഗം പറ്റ മാറി, ആരോഗ്യം തിരിച്ചു കിട്ടി. ശവ്വാല് കഴിഞ്ഞ് ദുൽഖഅദിൽ അയാൾ ആരോഗ്യവാനാണ്, ദുൽഹജ്ജിൽ ആരോഗ്യവാനാണ്, മുഹറത്തിൽ അങ്ങനെ മാസങ്ങൾ പിന്നിട്ടു. നല്ല ആരോഗ്യമുണ്ട്. കഴിഞ്ഞു പോയ നോമ്പ് നോറ്റു വീട്ടിയിട്ടില്ല. 19 അല്ലെങ്കിൽ 20 നോമ്പ് ഇയാൾക്ക് രോഗം കാരണം കഴിഞ്ഞ റമദാനിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് നോറ്റ് വീട്ടാമെന്ന് കരുതി അടുത്ത റമദാൻ വരെ സമയമുണ്ടല്ലോ എന്ന് കരുതി അതിന്റെ ഇടയിൽ അയാൾ ഒരു ദിവസം മരണപ്പെട്ടു. അങ്ങനെ വന്നാൽ എന്ത് ചെയ്യണം? പറയൂ. അവിടെ ഈ 19 അല്ലെങ്കിൽ 20 ദിവസത്തെ നോമ്പ് ബന്ധപ്പെട്ടവർ നോറ്റുവീട്ടുകയോ അല്ലെങ്കിൽ ഒരു നോമ്പിന് ഒരു പാവപ്പെട്ടവന്റെ ഭക്ഷണം കണ്ട് ഫിദിയ കൊടുക്കുകയോ ചെയ്യണം, നിർബന്ധമാണ്. മനസ്സിലായോ? എന്താ രണ്ടും തമ്മിലുള്ള വ്യത്യാസം? എന്താ? പറയൂ, രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താ? ആദ്യത്തേത് രോഗം മാറി ആരോഗ്യത്തിലേക്ക് തിരിച്ചു വന്നില്ല. രണ്ടാമത്തെ ആള് രോഗം മാറി ആരോഗ്യത്തിലേക്ക് തിരിച്ചു വന്ന് മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് മരിക്കുന്നത്. അങ്ങനെ ആരോഗ്യത്തിലേക്ക് തിരിച്ചു വന്ന ആള് ആ നോമ്പ് കുടുംബം നോറ്റുവീട്ടുകയോ പ്രാശ്ചിത്തം കൊടുക്കുകയോ രണ്ടിലൊന്ന് നിർബന്ധമാണ്. എന്നാൽ ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരാത്ത ആള് ഒന്നും ചെയ്യേണ്ടതില്ല. ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരാത്തത് കൊണ്ട് നോമ്പെടുക്കാനുള്ള കൽപ്പനയിൽ അയാൾ വരുന്നില്ല. കാര്യം മനസ്സിലായോ? മനസ്സിലായിട്ടുണ്ടോ ഇല്ലേ? ഇതേപോലെ തന്നെ യാത്രക്കാരന്റെ അവസ്ഥ. യാത്രയിൽ ഒരാൾക്ക് 10 നോമ്പ് നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചോളൂ. യാത്ര കഴിഞ്ഞ് നാട്ടിലെത്തിയ ദിവസം അയാൾ അങ്ങ് മരിച്ചു. ആ 10 ദിവസത്തെ നോമ്പ് നോറ്റു വിട്ടുകയോ ഫിദിയ കൊടുക്കുകയോ രണ്ടും ചെയ്യേണ്ടതില്ല. യാത്ര കഴിഞ്ഞ് വന്ന് 10 ദിവസത്തെ നോമ്പ് നഷ്ടപ്പെട്ട 11ാമത്തെ ദിവസമാണ് ഇയാൾ മരിച്ചത് എങ്കിലോ ആ 10 ദിവസത്തെ നോമ്പ് നോറ്റുകൂട്ടണം, അല്ലെങ്കിൽ ഫിദിയ കൊടുക്കണം. രണ്ടാലൊന്ന് നിർബന്ധമാണ്. അതാണ് അവസരം കിട്ടിക്കഴിഞ്ഞാൽ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. തീർന്നോ ഇല്ലയോ? സംശയം തീർന്നോ? ശരി, കണ്ണിൽ മരുന്നൊറ്റിച്ചാൽ രോഗിയാണ്, നോമ്പെടുക്കുന്നു, വലിയ പ്രശ്നങ്ങളില്ല. കണ്ണിൽ മരുന്നൊറ്റിച്ചാൽ നോമ്പ് മുറിയില്ല, നോമ്പ് മുറിയുകയില്ല. ചെവിയിൽ മരുന്നൊറ്റിച്ചാൽ നോമ്പ് മുറിയുകയില്ല. മനസ്സിലായല്ലോ? ഗ്ലൂക്കോസ് കയറ്റിയാൽ നോമ്പ് മുറിയും, രക്തം കയറ്റിയാൽ നോമ്പ് മുറിയും. മൂക്കിലൂടെ വായിലൂടെ എന്ത് അന്നനാളത്തിലേക്ക് എത്തിയാലും നോമ്പ് മുറിയും. ശരി, ഈ വകുപ്പുകൾ മനസ്സിലാക്കുന്നത് ഏറെ ഗുണകരമായിരിക്കും എന്ന് തോന്നുന്നു. ബാക്കി സംശയം ഉണ്ടാകുമ്പോൾ അതിനെ കൂട്ടി പറയുന്നുണ്ട്. ഗർഭിണികളും മുലയൂട്ടുന്ന കുട്ടികളുള്ള ഉമ്മമാരും അവരുടെ സ്വന്തം ശരീരത്തിനോ കുട്ടികൾക്കോ നോമ്പ് കാരണം തടസ്സമുണ്ടാകുമെന്ന് ഭയപ്പെട്ടാൽ അവർക്ക് നോമ്പ് ഒഴിവാക്കാം. ഗർഭിണിക്ക് തന്റെ വയറ്റിലിരിക്കുന്ന കുഞ്ഞിനോ തന്റെ ശരീരത്തിനോ നോമ്പ് കൊണ്ട് ക്ഷീണം ഉണ്ടാകുമെന്ന് കണ്ടാൽ അവർക്ക് നോമ്പ് ഒഴിവാക്കാം. അതേപോലെ തന്നെയാണ് മുലയൂട്ടുന്ന സ്ത്രീയും. അവർക്ക് പിന്നീട് അടുത്ത റമദാനിന്റെ മുമ്പ് ആ നഷ്ടപ്പെട്ട നോമ്പുകൾ നോറ്റു വീട്ടിയാൽ മതി. ആർത്തവക്കാരിയും പ്രസവരക്തമുള്ള പെണ്ണും അങ്ങനെ തന്നെ. അവർ റമദാനിൽ നഷ്ടപ്പെടുന്ന നോമ്പുകൾ പിന്നീട് അടുത്ത റമദാനിന്റെ മുമ്പ് മടക്കേണ്ടതുണ്ട്. ആ റമദാനിൽ നഷ്ടപ്പെടുന്ന ഈ ഹൈദ് നിഫാസ് കാലഘട്ടത്തിൽ നഷ്ടപ്പെടുന്ന നമസ്കാരം അവർ മടക്കേണ്ടതില്ല. ആയിഷ ബീവിയോട് രണ്ടാമത്തെ ഫറളായ നമസ്കാരം മടക്കേണ്ടതില്ല എന്ന്
നാലാമത്തെ ഫറളായ നോമ്പ് മടക്കണമെന്നും അങ്ങനെ പറയാൻ എന്താണ് കാരണമെന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ള ഞങ്ങളോട് അങ്ങനെ കൽപ്പിച്ചു എന്നാണ് അവർ മറുപടി പറഞ്ഞത്. ചുരുക്കത്തിൽ പണ്ഡിതന്മാർ നോമ്പ് വർഷത്തിൽ ഒരിക്കൽ വരുന്നു, നമസ്കാരം എല്ലാ സമയത്തും വരുന്നു. അതുകൊണ്ട് ആ കാലഘട്ടത്തിലുള്ള നമസ്കാരം സ്ത്രീകൾക്ക് അള്ളാഹു ഒഴിവാക്കിയതായിരിക്കാം എന്ന് വ്യാഖ്യാനിച്ചിരിക്കുന്നു. അല്ലാഹു അഅലം. ഇനി ഛർദി, മനഃപൂർവ്വം ഛർദിച്ചാൽ നോമ്പ് മുറിയും. ഓട്ടോമാറ്റിക്കൽ ഛർദി വന്നാൽ നോമ്പ് മുറിയില്ല. ശരീരത്തിൽ നിന്ന് രക്തം ഒഴിവായി മുറിപറ്റി രക്തം വാർന്നത് കൊണ്ട് നോമ്പ് മുറിയില്ല. രക്തം കയറ്റിയാൽ നോമ്പ് മുറിയും. രക്തം കൊടുക്കുന്നവന്റെ നോമ്പും മുറിയും. ഒന്നുകൂടെ, ശരീരത്തിൽ ആക്സിഡന്റ് പറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചു രക്തം വാർന്നു പോയി, നോമ്പ് മുറിയില്ല. ക്ഷീണം കൂടി രോഗിയാണെന്ന് അവസ്ഥയിൽ ഡോക്ടർ മറ്റേ ക്ഷീണിച്ച് മുറിക്കണമെന്ന് പറഞ്ഞാൽ മുറിച്ചോളൂ. എന്നാൽ മറ്റൊരു രോഗി നോമ്പ് തുറക്കുന്നത് വരെ അയാളുടെ ജീവന് രക്ഷപ്പെടുത്താൻ പറ്റൂല, പെട്ടെന്ന് രക്തം വേണം. നോമ്പ് തുറക്കുന്നത് വരെ കാത്തു നിൽക്കാൻ സമയമല്ല. അയാളുടെ ഗ്രൂപ്പത്തെ രക്തം നൽകാനുള്ള ആള് നോമ്പുകാരനാണ്. അയാൾ എന്ത് ചെയ്യണം? നോമ്പ് തുറന്നിട്ട് രക്തം കൊടുക്കണോ അതോ പെട്ടെന്ന് രക്തം കൊടുത്തുകൊണ്ട് നോമ്പ് ഇല്ല എന്ന രീതിയിലേക്കാവണോ? അയാൾ ഒരു ജീവന്റെ രക്ഷയ്ക്ക് വേണ്ടി അയാൾക്ക് വേണ്ട 300 അല്ലെങ്കിൽ 400 മില്ലി രക്തം നൽകിക്കൊണ്ട് അന്നത്തെ നോമ്പ് നഷ്ടപ്പെട്ടതായി കണക്കാക്കണം. അത് പിന്നീട് മടക്കണം. പണ്ഡിതന്മാർ പറയുന്നത് കൊമ്പ് വപ്പിക്കൽ ഹദീസുമായി തട്ടിച്ചുകൊണ്ട് രക്തം ശരീരത്തിൽ നിന്ന് പോകുമ്പോൾ ഉണ്ടാകുന്ന ക്ഷീണത്തിനെ മുന്നിൽ കണ്ടുകൊണ്ടാണ് അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു. എന്നാൽ രോഗം ഏതാണെന്ന് അറിയാൻ 1, 2, 4 തുള്ളി പരിശോധനയ്ക്ക് കൊടുക്കുന്നത് കൊണ്ട് നോമ്പ് നഷ്ടപ്പെടില്ല. കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെയാണ് രാത്രി ഭാര്യ ഭർത്തൃ ബന്ധം ആകാമെന്ന് ഖുർആൻ. സഹാബത്തിന് രാത്രിയിലും പാടില്ല എന്ന തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. അപ്പോഴാണ് എന്ന ആയത്തിറങ്ങി. സൂറത്തുൽ ബഖറയിൽ സുബൈ മുതൽ മഗ്രിബ് വരെ തിന്നൽ നിഷിദ്ധമാക്കിയത്, തീറ്റയും കുടിയും നിഷിദ്ധമാക്കിയത്. അതുപോലെ തന്നെ ഭാര്യ ഭർത്തൃ ബന്ധം മഗ്രിബ് മുതൽ സുബഹി ബാങ്ക് വരെയുള്ള സമയത്ത് ഇതൊക്കെ ഹലാലാണ്. തീറ്റ ഹലാലാണ്, കുടി ഹലാലാണ്, ഭാര്യ ഭർത്തൃ ബന്ധം ഹലാലാണ്. കുളിക്കേണ്ടത് ബാങ്കിന്റെ മുമ്പല്ല, സുബഹി നമസ്കാരത്തിന് വേണ്ടിയാണ്. ജനാപത്തുകാരനായി കുളിക്കേണ്ടത് അത്താഴത്തിന്റെ മുമ്പോ ബാങ്കിന് മുമ്പോ അല്ല. അങ്ങനെ കുളിക്കലോട് വിരോധമല്ല, പക്ഷെ നിർബന്ധ ഹുക്കുമ് വരുന്നത് സുബഹി നമസ്കാരത്തിന് കുളിച്ച് വൃത്തിയാകുക എന്നതാണ്. നോമ്പുമായി അതിന് ബന്ധമില്ല. ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന്, ഉമ്മു സലമ റളിയല്ലാഹു അൻഹയിൽ നിന്നൊക്കെ പറയുന്നുണ്ട്, ഞങ്ങൾ പ്രവാചകനോടൊപ്പം ഞങ്ങൾ രാത്രിയിൽ ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഏർപ്പെട്ട് ജനാപത്തുകാരായിക്കൊണ്ട് നേരം സുബഹി നമസ്കാരത്തിനായിരുന്നു കുളിച്ചു വൃത്തിയായിരുന്നത്. അപ്പോ രാത്രികാലങ്ങളിൽ ഭാര്യ ഭർത്തൃ ബന്ധം ഹലാലാണ്. അവർക്ക് എപ്പോഴും കുളിച്ച് വൃത്തിയാകാം. അവർ സുബഹി നമസ്കാരത്തിന് വേണ്ടി കുളിച്ച് വൃത്തിയാകുക എന്നതാണ് ശരീഅത്തിൽ നിർബന്ധമാക്കപ്പെട്ടിട്ടുള്ളത്. അല്ലാതെ രാത്രിയിൽ ഏത് സമയത്ത് ഒരു കൃത്യസമയം പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അത്താഴത്തിന് മുമ്പ് കുളിക്കണം അല്ലെങ്കിൽ സുബഹി ബാങ്കിന്റെ മുമ്പ് കുളിക്കണം എന്നതിൽ നിയമമില്ല. പിന്നീട് സ്വപ്നസ്ഖലനം ഉണ്ടായാൽ നോമ്പ് മുറിയില്ല. പകലിൽ ഒരാൾക്ക് ഉറക്കത്തിൽ സ്വപ്നസ്ഖലനം ഉണ്ടായി, നോമ്പ് മുറിയില്ല. കാരണം ഇയാളുടെ അറിവില്ലാതെയാണ് അത് ഉണ്ടാകുന്നത്. ശരി, അതല്ലാത്ത നിലക്ക് ബോധപൂർവം ഇന്ദ്രിയം പുറത്തു കൊണ്ടുവന്നാൽ അന്നത്തെ നോമ്പ് നഷ്ടപ്പെട്ടു, പിന്നീട് അത് മടക്കണം. റമളാനിലെ നോമ്പാകുമ്പോൾ നിർബന്ധ നോമ്പിന് ഓരോ ദിവസവും രാത്രി നിയ്യത്ത് വേണം. സൂര്യൻ അസ്തമിച്ചോടെ മുതൽ അഥവാ മഗ്രിബ് മുതൽ സുബഹിന്റെ ഉള്ളിലായി രാത്രിയിൽ ഏതെങ്കിലും ഒരു സമയത്ത് ഞാൻ നാളത്തെ നോമ്പിനെ അള്ളാഹുവിന് വേണ്ടി നോക്കുമെന്ന് മനസ്സിൽ കരുതുക. പറയുകയല്ല, പറയുന്ന സ്വഭാവം പ്രവാചക ചര്യയല്ല. അത് ബിദ്അത്താണ്, അനാചാരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 9 വർഷം റമളാനിൽ മുഴുവൻ നോമ്പ് നോറ്റിട്ട് ഒരൊറ്റ നോമ്പിനും നവൈതു സൗമ ഗദിൻ എന്ന് പറഞ്ഞുകൊണ്ട് നിയ്യത്ത് ചൊല്ലി പറഞ്ഞുകൊണ്ട് നിയ്യത്ത് വെച്ചില്ല. നിയ്യത്ത് എന്ന് പറയുന്നത് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നത് പോലെ അത് ഹൃദയം കൊണ്ടാണ്.
കരുതൽ ഹൃദയം കൊണ്ടാണ്, കാണൽ കണ്ണുകൊണ്ടാണ്, ചെവി കൊണ്ട് കേൾക്കലാണ്, സംസാരിക്കാനുള്ളത് നാവാണ്, കരുതാനുള്ളത് ഹൃദയമാണ്. അന്നിയ്യത്തു ഫിൽ ഖൽബ്. അപ്പോ മനസ്സിൽ കരുതണം. ശരി, ഒരു ദിവസം നിയ്യത്ത് വെക്കാൻ മറന്നുപോയി. നമ്മൾ അത്താഴത്തിന് എഴുന്നേൽക്കുമ്പോ തന്നെ നമ്മളെ മനസ്സിലെ നിയ്യത്തിന്റെ നോമ്പ് വെക്കാനാണ്, അതെല്ലാം നിയ്യത്ത് തന്നെയാണ്. പക്ഷെ ഒരു ദിവസം അത്താഴത്തിന് എഴുന്നേറ്റില്ല, മറന്നുപോയാൽ അവന് നിർബന്ധ നോമ്പായതുകൊണ്ട് നിയ്യത്ത് ഉണ്ടോ ഇല്ലയോ? പണ്ഡിതന്മാർ അഭിപ്രായ വ്യത്യാസത്തിലാണ്. ഏറ്റവും ശരിയായ അവന് നോമ്പ് എടുക്കാമെന്നാണ്. കാരണം റമളാൻ മാസം സമാഗതമാകുമ്പോൾ നമ്മുടെ മനസ്സിൽ നിയ്യത്തുണ്ട്. എന്താണ്? റമളാനിന്റെ പകലിൽ നാളെ കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് മറ്റന്നാൾ മുതൽ റമളാൻ തീരും വരെ പകലിൽ നോമ്പെടുക്കണമെന്ന നിയ്യത്ത്, ഒരു മാസക്കാലം നോമ്പെടുക്കണമെന്ന നിയ്യത്ത് ഒരു സത്യവിശ്വാസിക്ക് ഉള്ളത് കൊണ്ടാണ്. അഥവാ ഒരു ദിവസം രാത്രിയിൽ നിയ്യത്ത് വെക്കാൻ മറന്നുപോയാലും നോമ്പിൽ ഒരു തകരാറും സംഭവിക്കുന്നതല്ല. കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നീട് ഇങ്ങനെ ഒരുപാട് സംഗതികളുണ്ട്. എത്ര സമയം സംസാരിക്കണം എന്ന് പറയണം. അപ്പൊ നമ്മൾ ചോദ്യോത്തരത്തിലേക്ക് കിടക്കണ്ടേ? അതെ, അപ്പൊ ഞാൻ നിർത്താം. ഒരാൾ നിർബന്ധത്തിന് വഴങ്ങി നോമ്പ് മുറിക്കേണ്ടി വന്നു, അല്ലെങ്കിൽ മറന്നുകൊണ്ട് നോമ്പ് മുറിക്കേണ്ടി വന്നു എന്ന് വെച്ചാൽ, 4 ആളുകൾ കൂടി ഒരു നോമ്പുകാരനെ പിടിച്ചിട്ട് അവനെ ഭക്ഷണം തീറ്റി. അവൻ പറഞ്ഞു നോമ്പുകാരനാണ്, ഇവര് വിട്ടില്ല, തിന്നടാന്ന് പറഞ്ഞു തീറ്റി. തിന്നിട്ടില്ലെങ്കിൽ എന്നെ ശരിപ്പെടുത്തുമെന്ന നിലക്ക് പറഞ്ഞു. ഇവൻ നിർബന്ധത്തിന് വഴങ്ങി തിന്നേണ്ടി വന്നു. അങ്ങനെ തിന്നേണ്ടി വന്നാൽ അവന്റെ നോമ്പിനൊരു കുഴപ്പമില്ല. പക്ഷെ എപ്പോൾ അവർ മർദ്ദനത്തിൽ നിന്ന് അവനെ മോചിപ്പിക്കുന്നുവോ അപ്പോൾ മുതൽ വായിലുള്ളത് തുപ്പിക്കളഞ്ഞുകൊണ്ട് അവന് നോമ്പ് തുടരാവുന്നതാണ്. പിന്നെ ഒരാൾ മറന്നുകൊണ്ട് വെള്ളം കുടിച്ചു റമളാന്റെ പകലിൽ, അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചു, ഓർമ്മ വരുമ്പോൾ വായിലുള്ളത് തുപ്പിക്കളയണം, നിർത്തണം. അല്ലെങ്കിൽ മറ്റാരെങ്കിലും നോമ്പല്ലേ റമളാനല്ലേ എന്ന് സൂചിപ്പിച്ചു ഓർമ്മപ്പെടുത്തി, നിർത്തണം. അയാൾക്ക് നോമ്പ് തുടരാം, ആ നോമ്പ് നഷ്ടപ്പെടുകയില്ല, അത് മടക്കേണ്ടതില്ല. അപ്പൊ മറന്നുകൊണ്ട് തിന്നുകയോ കുടിക്കുകയോ ചെയ്താൽ അവന്റെ നോമ്പ് നഷ്ടപ്പെടുകയില്ല. മറ്റൊരാളുടെ നിർബന്ധത്തിന് വഴങ്ങി ചെയ്യേണ്ടി വന്നാൽ നോമ്പ് മുറിയുകയില്ല, നോമ്പ് തുടരാവുന്നതാണ്. അതേപോലെ തന്നെ അറിവില്ലാതെ മുറിച്ചാലും നോമ്പ് നഷ്ടപ്പെടുകയില്ല. എങ്ങനെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഒരിക്കൽ മഴക്കാർ കാർമേഘങ്ങൾ ഒരുമിച്ച് കൂടി. സൂര്യൻ ഇന്നത്തെ പോലെ മൊബൈലും വാച്ചും ഒന്നും ഇല്ലാത്തൊരു കാലഘട്ടം. സൂര്യനെ കണ്ടില്ല. സൂര്യൻ അസ്തമിച്ചു എന്ന് വിചാരിച്ച അവര് ഇരുട്ടായപ്പോൾ നോമ്പ് തുറന്നു. കുറച്ചു കഴിഞ്ഞപ്പോ കാർമേഘങ്ങൾ നീങ്ങി സൂര്യൻ പ്രത്യക്ഷപ്പെട്ടു. അവർക്ക് മനസ്സിലായി സൂര്യൻ അസ്തമിച്ചിട്ടില്ല. ആ നോമ്പ് അവരോട് മടക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചില്ല. അപ്പോ അവർക്ക് ലഭിച്ച വിവരമനുസരിച്ച് ബോധപൂർവമല്ല, ആ വകുപ്പിനെ കുറിച്ച് കൃത്യമായ അറിവില്ലായ്മയാണ്. സൂര്യൻ അസ്തമിച്ചോ ഇല്ലയോ എന്ന് അറിയാൻ സാധിക്കാത്ത അവസ്ഥയാണ്. റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ ഔ അഖ്തഅനാ. ഞങ്ങൾക്ക് മറവിയാൽ വന്നു പോകുന്ന തെറ്റുകൾ, അതേപോലെ തന്നെ ഞങ്ങൾക്ക് സംഭവിക്കുന്ന തെറ്റുകൾ ഞങ്ങൾക്ക് അല്ലാഹുവെ പുറത്തു തരണമെന്ന് നമ്മൾ സൂറത്തുൽ ബഖറയുടെ അവസാനത്തിലുള്ള ആയത്തിലൂടെ ഓതുമ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാം എന്ന് അല്ലാഹു മറുപടി പറയുമെന്നാണ്, അങ്ങനെ പുറത്തു തരുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അപ്പോ അറിവോടുകൂടെ നിർബന്ധത്തിലല്ലാതെ മറവി അല്ലാതെ ഈ സംഗതികളാലെ ബോധപൂർവം നഷ്ടപ്പെടുത്തിയാലേ നഷ്ടപ്പെടുകയുള്ളൂ, അല്ലാത്ത നിലക്ക് നോമ്പ് നഷ്ടപ്പെടുകയില്ല. നോമ്പ് പകലിൽ നമ്മൾ കൃത്യമായി എടുക്കണം, ഒറ്റ നോമ്പ് നഷ്ടപ്പെടരുത്. റമളാൻ കഴിഞ്ഞാൽ ശവ്വാലിൽ 6 കൂടി എടുക്കുക, അപ്പൊ ഒരു വർഷം മുഴുവൻ നോമ്പുറ്റ കൂലി കിട്ടും. ശവ്വാലിൽ 6 നോമ്പ് റമളാനിൽ 29 അല്ലെങ്കിൽ 30 നോറ്റി കിട്ടിയ ശേഷമായിരിക്കണം എടുക്കേണ്ടത്. മനസ്സിലാക്കുക, ഒരു മസലയാണ്. റമളാനിലെ നോമ്പ് മുഴുവൻ നോക്കി, ശവ്വാലിൽ നിന്ന് 6 നോമ്പ് നോക്കി, അവനൊരു കൊല്ലം മുഴുവൻ നോമ്പുറ്റ കൂലിയായി. ഇമാം മുസ്ലിമിന്റെ റിപ്പോർട്ട്, അബൂ അയ്യൂബ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ മൻ സ്വമ റമളാന സുമ്മ അത്ബഅ സിത്ത മിൻ ശവ്വാൽ. ശരി, ഒരാൾക്ക് റമളാനിൽ 5 നോമ്പ് നഷ്ടപ്പെട്ടു. ഈ 5 നോമ്പ് നഷ്ടപ്പെട്ട ആള് അടുത്ത ശഅബാൻ മുതൽ ഇത് ശഅബാൻ വരെ സമയമുണ്ടല്ലോ എന്നുള്ള നിലക്ക് ആ റമളാനിലെ നോമ്പ് നോറ്റി വിട്ടാതെ
ഈ ഷവ്വാലിലെ നോമ്പ് ഷവ്വാലിൽ എടുക്കണമല്ലോ എന്നുള്ള നിലക്ക് ഷവ്വാലിലെ 6 നോമ്പ് നോറ്റ് ഇയാൾക്ക് ഒരു കൊല്ലം നോറ്റി വിട്ട് നോമ്പെടുത്ത കൂലി കിട്ടുമോ ഇല്ലേ? പറയൂ. നിങ്ങൾ ചോറുന്ന് മയങ്ങിയോ? കേൾക്ക. റമദാനിൽ 6 നോമ്പ് നഷ്ടപ്പെട്ട ഒരാൾ അല്ലെങ്കിൽ 5 നോമ്പ് നഷ്ടപ്പെട്ട ഒരാൾ അത് എടുക്കണതിന്റെ മുമ്പ് ഷവ്വാലിലെ നോമ്പ് എടുത്തു. ഇയാൾക്ക് ഒരു വർഷം മുഴുവൻ നോമ്പ് നോറ്റ കൂലി കിട്ടുമോ ഇല്ലയോ? പറയൂ. തെറ്റിക്കൊണ്ട് പറഞ്ഞോളൂ, ഞാൻ തിരുത്തും. കിട്ടൂല. എന്താ കിട്ടാത്ത? ഇയാൾ റമദാനിൽ 5 or 6 സ്റ്റോക്ക് വെച്ചിട്ടുണ്ട്, അത് പൂർത്തീകരിച്ചാലേ കിട്ടുള്ളൂ. ഓക്കെ, മനസ്സിലായോ? റസൂൽ എന്താ പറഞ്ഞത്? റമദാൻ മുഴുവനായി നോൽക്കുകയും ഷവ്വാലിൽ നിന്ന് 6 നോമ്പ് എടുക്കുകയും ചെയ്താൽ, അഥവാ 36 or 35 നോമ്പ് വരണം. അവിടെ റമദാനിൽ നഷ്ടപ്പെട്ടാൽ ആ നഷ്ടപ്പെട്ടത് കൂടി തിരിച്ചു കൊണ്ടുവന്നെങ്കിലേ വർഷം മുഴുവൻ നോമ്പെടുത്ത കൂലി കിട്ടുള്ളൂ. അപ്പൊ ഏതാ നല്ലത്? നിർബന്ധ നോമ്പ് നഷ്ടപ്പെട്ടത് ആദ്യം വീട്ടാം. കടം വാങ്ങിയത് വീട്ടിയിട്ടാണ് ദാനം ചെയ്യാൻ നല്ലത്. കടം വാങ്ങിയത് വീട്ടണം. അള്ളാഹ്ക്കുള്ള കട നിർബന്ധ നോമ്പ്. റമദാനിൽ നഷ്ടപ്പെടുന്ന നോമ്പ് അള്ളാഹുവിനുള്ള നിർബന്ധ കടമാണ്. അത് നിർബന്ധമായും വീട്ടേണ്ടതാണ്. അത് വീട്ടിയ ശേഷം ഷവ്വാലത്തേതെടുക്കുക. അതാണ് ഏറ്റവും ഹൈറ്. മറ്റേ നിലയ്ക്ക് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ കൂലി കിട്ടണമെങ്കിൽ ഈ പറഞ്ഞ 35 അല്ലെങ്കിൽ 36 പൂർത്തിയാവണം. ശരി, ഒരു ഉദാഹരണം. റമദാനിൽ 25 നോമ്പ് നോക്കിയാൽ 5 നോമ്പ് നഷ്ടപ്പെട്ടു. അയാൾ ഷവ്വാലിലെ നോമ്പെടുത്തു. ബാക്കി എടുക്കുന്നത് റമദാനിൽ നഷ്ടപ്പെട്ട നോമ്പ് എടുക്കുന്നത് അടുത്ത ഷാബാനിലാണ്. അന്ന് അയാൾക്ക് കൊല്ലം മുഴുവൻ നോമ്പ് നോറ്റ കൂലി കിട്ടുള്ളൂ, അതുവരെ കിട്ടൂല. കാര്യങ്ങൾ മനസ്സിലായല്ലോ? ശരി, ഇനി നമുക്ക് ഇങ്ങനെ ഒരുപാട് സംഗതികളുണ്ട്. അപ്പൊ ടൈം അങ്ങ് തീരും. ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ഈ പറഞ്ഞ സംഗതികളിലുള്ള അവ്യക്തതകളും അല്ലാത്ത വിഷയങ്ങളും നമസ്കാരത്തെ കുറിച്ചും സക്കാത്തിനെ കുറിച്ചും നോമ്പിനെ കുറിച്ചും ഒക്കെ ചോദിക്കാവുന്നതാണ്. ഇൻഷാ അല്ലാഹ് ചോദിച്ചോളൂ. ചോദ്യം കിട്ടിയതുണ്ടോ? ഉണ്ടോ? ഹലോ, സ്ത്രീകളുടെ ഭാഗത്തുനിന്ന് കിട്ടിയതുണ്ടോ? ഹലോ, ചോദിച്ചോ. ഹലോ, ഹലോ ഹലോ ചെക്ക്. ഹലോ ഹലോ നമുക്ക് സമയം വളരെ കുറവാണ്. അതിനാൽ എഴുതി തന്ന ആരുടെയെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ മുന്നോട്ട് തരിക. അവിടെ ബാക്കിലുള്ള ആരുടെ കൊടുത്താൽ മതി. നേരിട്ട് ചോദിക്കുന്നവർക്ക് മൈക്ക് തരാം. ഇൻഷാ അല്ലാഹ് 3 മണിക്ക് തന്നെ അടുത്ത ക്ലാസ് തുടങ്ങണം. അത് ഞാൻ ഇപ്പോൾ വിളിച്ചിരുന്നു, വന്നുകൊണ്ടിരിക്കുകയാണ്. 4:15 നിക്കാഹുള്ളതിനോ 3 മണിക്ക്. പിന്നെ ചോദ്യവുമായി ബന്ധപ്പെട്ട ചില നിർദ്ദേശങ്ങൾ. ഒരു ചോദ്യമേ ഒരു പ്രാവശ്യം ചോദിക്കാവൂ. ഒരു ചോദ്യം. പിന്നെ വിഷയത്തിൽ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും ചോദിക്കരുത്. അത് ശ്രദ്ധിക്കാത്തതുകൊണ്ട് നമ്മളടുത്തുള്ള അപാകതയാണ്. അത് നിങ്ങൾ അദ്ദേഹത്തിന്റെ നമ്പർ വാങ്ങിച്ചു വെക്കുക. എന്നിട്ട് സംശയമുള്ള സമയത്തൊക്കെ ചോദിക്കുക. സമയത്തിന്റെ ദൗർബല്യത നമ്മൾ പരിഗണിക്കേണ്ടതാണ്. ഒരാൾ ഒരു ചോദ്യം ചോദിക്കുക. ആ ചോദ്യത്തിന് മറുപടി കഴിഞ്ഞതിന് ശേഷം അടുത്ത ആളുടെ ചാൻസ് കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ ചോദിക്കുക. അത്രമാത്രമേ നമുക്ക് സമയമുള്ളൂ. അവസാനം പറഞ്ഞ ഒരു കാര്യത്തെ പറ്റിയാണ്. ഈ റംസാനില് 5 നോമ്പ് നഷ്ടപ്പെട്ടാൽ ഷവ്വാലിൽ നോക്കുന്ന 6 നോമ്പില് 5 നോമ്പ് അതിലേക്ക് പെടുത്തിയാൽ പോലെ. എങ്ങനെ? ഒന്നുകൂടെ. റംസാനില് 5 നോമ്പ് നഷ്ടപ്പെട്ട് ഷവ്വാലിൽ 6 നോമ്പ് നോറ്റ്. അപ്പൊ ഈ ഷവ്വാലും നോറ്റ 6 നോമ്പില് 5 നോമ്പ് റംസാനിലെ നോമ്പായിട്ട് കടം വീട്ടിയാൽ പോലെ എന്നുള്ളതാണ് ചോദ്യം. മതി. അപക്ഷങ്ങൾ പ്രത്യേകം നെയ്യത്തിൽ. അതാണ് ചോദ്യം. ചോദ്യം കേട്ടല്ലോ എല്ലാവരും. ഷവ്വാലില് 6 നോമ്പ് നോൽക്കുന്നു. അയാൾക്ക് റമദാനിൽ 5 നോമ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ 6ൽ 5 നോമ്പ് റമദാനിൽ നഷ്ടപ്പെട്ട നോമ്പിലേക്ക് ചേർത്തുകൂടെ എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ 2 സംഗതിയുണ്ട്. ഒന്ന്, ഫർളും സുന്നത്തും ഒരിക്കലും യോജിക്കൂല. ഉദാഹരണം പറയാം. സുബൈന്റെ മുമ്പ് എത്ര റക്അത്ത് സുന്നത്തുണ്ട്? 2. സുബൈ 2. അത് 2 കൂടി ഒരുമിച്ച് എടുക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റൂല. സുന്നത്ത് വേറെ, ഫർള് വേറെ. സുന്നത്ത് നോമ്പ് വേറെ, ഫർള് നോമ്പ് വേറെ. അപ്പൊ അങ്ങനെ വരുമ്പോ ആ 5 എണ്ണം ഈ 25 കൂടി കൂട്ടി 30 ഷവ്വാലിൽ 1 നോമ്പ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. മനസ്സിലായില്ലേ? അടുത്ത ചോദ്യം ഉണ്ടോ? ചോദിക്കണ്ട, അല്ലെങ്കിൽ ഇവിടെ കിട്ടിയ വായിക്കാം. പറഞ്ഞോളൂ. സുന്യാള പള്ളിയിൽ നിന്ന് 5 മിനിറ്റ് ബാങ്ക് കൊടുത്ത് 5 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് മുജാഹിദ് പള്ളി ബാങ്ക് കൊടുക്കുന്നത്. അതെ അതെ.
അപ്പോൾ ആ ഇത് നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുമോ? ശരി. അവര് സൂക്ഷ്മതയ്ക്ക് വേണ്ടി സുന്നി പള്ളികളിൽ സുബൈക്ക് മുമ്പ് 5 മിനിറ്റ് മുമ്പ് സുബൈ ബാങ്കിന്റെ യഥാർത്ഥ ടൈമിന്റെ 5 മിനിറ്റ് മുമ്പ് ബാങ്ക് കൊടുത്തു വരുന്നു. അങ്ങനെയാണ്. അതിന് ഇസ്ലാമിൽ ഒരു തെളിവുമില്ല. മാത്രം വലിയ അക്രമമാണ് ചെയ്യുന്നത്. എന്താണെന്നറിയോ? ഒരാൾ 5 മിനിറ്റ് ഉള്ളപ്പോഴാണ് എഴുന്നേറ്റത്. ആ ബാങ്ക് കേട്ടുകൊണ്ടാണ് എഴുന്നേറ്റത്. 2 ഗ്ലാസ് വെള്ളം കുടിക്കാനോ അയാൾക്ക് അത്യാവശ്യം എന്തെങ്കിലും ഭക്ഷണം പെട്ടെന്ന് എടുത്ത് കഴിക്കാനോ ഈ 5 മിനിറ്റ് സമയം മതി. അപ്പോ നമ്മൾ ഒരിക്കലും അങ്ങനെ 5 മിനിറ്റ് മുമ്പ് ഭക്ഷണ പദാർത്ഥങ്ങൾ നിർത്തേണ്ടതില്ല. അത് സൂക്ഷ്മതയല്ല, അത് സൂക്ഷ്മതക്കെതിരാണ്. ഒന്നുകൂടെ 5 മിനിറ്റ് മുമ്പ് വാങ്ക് കൊടുത്താൽ സ്വാഭാവികമായും നമസ്കാരത്തിന് ശേഷം നോമ്പായതുകൊണ്ട് അത്താഴത്തിന് എഴുന്നേറ്റത് കൊണ്ട് അല്പം വിശ്രമിക്കണമെന്ന ആളുകൾ, പള്ളിയിൽ വരാത്ത ആളുകൾ വീട്ടിൽ വെച്ച് നിസ്കരിക്കുന്നവർ ഉടൻ എന്ത് ചെയ്യും? പറയൂ, ഉടൻ എന്ത് ചെയ്യും? പറഞ്ഞോടി, പറയും. നിങ്ങൾ പറഞ്ഞത് ശരിയാവില്ല. ഉടനെ സുബൈ നിസ്കരിക്കും. ഇല്ല, നിസ്കരിക്കൂലേ? അങ്ങനെ ആള് നിസ്കരിക്കുന്ന ടൈം ആകുന്നതിന്റെ മുമ്പാണ് നിസ്കാരം ബാത്തിലാണ്. നമസ്കാരത്തിന്റെ നിബന്ധന അള്ളാഹു സ്വീകരിക്കണ വകുപ്പിൽ പെടണമെങ്കിൽ എന്തായിരിക്കണം എന്നാ പഠിച്ചുകൊണ്ട് വന്ന നിസ്കരിക്കുന്ന സ്ഥലം വൃത്തി വേണം. സമയമായി എന്ന് അറിയണമെന്ന് പഠിച്ചിട്ടില്ല കൂട്ടത്തില്. ഇവിടെ സമയമാകുന്നതിന്റെ മുമ്പാണ് സുബൈ നമസ്കാരം നടക്കുന്നത്. നിസ്കാരം ബാത്തിലാണ്. അപ്പോ ഒരുപാട് ആളുകൾ യഥാർത്ഥ സമയത്തിന്റെ മുമ്പ് പ്രത്യേകിച്ച് വീട്ടിൽ വെച്ച് നമസ്കരിക്കുന്നവരാണെങ്കിൽ ഈ വാങ്ക് കേട്ട ഉടനെ നിസ്കരിക്കും. റമദാനിൽ അത്താഴത്തിന് എഴുന്നേറ്റ് ഇനി നിസ്കരിച്ച് അങ്ങോട്ട് കിടക്കാന്നുള്ളവര് വാങ്ക് കൊടുക്കാൻ ഇങ്ങനെ കാത്തിക്കാരം ഒന്നും ഉണ്ടാക്കിയിട്ട് നിസ്കാരപ്പായല് അല്ലേ? ഓല് വേഗം നിസ്കരിച്ച് കിടക്കും. സത്യത്തിൽ ഓല നിസ്കാരം എപ്പോഴാണ് സംഭവിക്കുന്നത്? സമയമാകുന്നതിന്റെ മുമ്പ്. സമയമാകുന്നതിന്റെ മുമ്പ് നിസ്കരിച്ചാൽ നിസ്കാരാവില്ല. എങ്ങനെ? നോമ്പ് 6:30 തുറക്കുന്നത് വെച്ചോ. മഗ്‌രിബി ബാങ്ക് 6:30 വെച്ചോളൂ. 6:29 ഒരാൾ അങ്ങനെ നോമ്പ് തുറന്നാലോ നോമ്പ് നഷ്ടപ്പെട്ടു. ആ നോമ്പ് പിന്നീട് നോറ്റു കിട്ടണം. അതേപോലെയാണ് ആ ബാങ്ക് കൊടുക്കുന്നതിന്റെ മുമ്പ് നമസ്കരിച്ചത് കൊണ്ട് അത് നമസ്കാരമല്ല. ടൈം ആയാലേ നിസ്കാരമുള്ളൂ. സമയമായി എന്ന അറിയിപ്പാണ് ബാങ്ക്. അത് മുമ്പായതുകൊണ്ട് അയാൾ വീണ്ടും മടക്കി നമസ്കരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള അബദ്ധങ്ങളിൽ നാം വീഴരുത്. അടുത്ത ചോദ്യം. 2 റക്അത്തുള്ള നമസ്കാരങ്ങൾ സുബൈ പോലെ അല്ലെങ്കിൽ സുന്നത്ത് പോലുള്ള നമസ്കാരങ്ങളിലെ അത്തഹിയ്യാത്തില് തവറുക്കിന്റെ ഇരുത്താണോ അതോ ഇഫ്തിറാഷിന്റെ ഇരുത്താണോ ഇരിക്കേണ്ടത്? 2 റക്അത്തുള്ള നമസ്കാരങ്ങളിൽ ഏത് ഇരുത്തമാണ് ഇരിക്കേണ്ടത്? നിരവധി പണ്ഡിതന്മാർ പറയുന്നത് 1ാമത്തെ ഇരുത്തമാണ് ഇരിക്കേണ്ടത്. മനസ്സിലായോ? എന്താ 1ാമത്തെ ഇരുത്തം? ഏതാണ്? ആദ്യത്തെ അത്തഹിയ്യാത്തിന് ഇരിക്കുന്ന ഇരുത്തം. ആദ്യത്തെ അത്തഹിയ്യാത്തിന് ഇരിക്കുന്ന ഇരുത്തം. മനസ്സിലായല്ലോ? അതിനെന്ത് പറയുന്നത്? ഇഫ്തിറാഷിന്റെ തവറുക്കുന്ന അവസാനത്തെ തവറുക്ക്, ആദ്യത്തെ ഇഫ്തിറാഷ്. അതായത് 4 റക്അത്തുള്ള നിസ്കാരത്തിൽ ആദ്യത്തെ 2 റക്അത്ത് കഴിഞ്ഞാൽ ഇരിക്കുന്ന ഇരുത്തമാണ് ഇരിക്കേണ്ടത് എന്നാണ് പറയുന്നത്. പക്ഷെ പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. പണ്ഡിതന്മാർ പറയുന്നത് സലാം വീട്ടുന്നു എങ്കിൽ, കേട്ടോളൂ, സലാം വീട്ടുന്നു എങ്കിൽ ആ ഇരുത്തം അത്തഹിയ്യാത്ത് ഏതിൻ്റെതായിരിക്കണം? അവസാനത്തേതിൻ്റെ ആയിരിക്കണം. സലാം വീട്ടുന്നില്ലെങ്കിൽ ആ ഇരുത്തം ആദ്യത്തെ ഇരുത്തമായിരിക്കണം. പറഞ്ഞ മനസ്സിലായോ? എന്താ പറഞ്ഞ? ക്ലിയർ ആയോ? ഇല്ലേ? വരട്ടെ. സലാം വീട്ടുന്നു എങ്കിൽ ആ ഇരുത്തൊക്കെ ഏത് ഇരുത്തിരിക്കണം? അവർക്ക് പറഞ്ഞ ആൾക്കാർക്ക് വിശ്വാസം പറയും. സലാം വീട്ടുന്നുവെങ്കിൽ ആ ഇരുത്തം അവസാന ഇരുത്തമായിരിക്കണമെന്നും സലാം വീട്ടിനില്ലെങ്കിൽ ആ ഇരുത്തങ്ങളൊക്കെ ആദ്യത്തെ ഇരുത്തമായിരിക്കണമെന്നുമാണ് പൊതുധാരണ. മനസ്സിലായോ പറഞ്ഞ? ശരി, അപ്പൊ അങ്ങനെ ഇരിക്കാം. ഇനി ഈ പറഞ്ഞ രീതിയിൽ 1ഓ 2ഓ റക്അത്തിൽ സലാം വീട്ടുന്ന ഇരുത്ത നമസ്കാരങ്ങൾക്കൊക്കെ ആദ്യത്തെ അത്തഹിയ്യാത്തിന്റെ രൂപ ഇരുന്നാലും വിരോധമല്ല. അതിനെ എതിർക്കാൻ മറ്റും കുഴപ്പം നമുക്ക് പോയിന്റുകളില്ല. എന്ന് വെച്ചാൽ 2 ഇരുത്തവും ആവാം, വിരോധം. ഉസ്താദ് ക്ലിയറായി കേൾക്കുന്നില്ല. മൈക്ക് കൊടുക്കും. ചോദിക്കൂ. അതായത് ഒരാൾക്ക് റമദാനിൽ 5 നോമ്പ് പോയി നിൽക്കുക. അതെ. ചൊവ്വാലുള്ള 6 നോമ്പുണ്ടല്ലോ, സുന്നത്ത് നോമ്പ്. അതിന്റെ കൂടെ ഈ 5 നോമ്പ് നോക്കാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോഴേ
അബ്ദുറസാഖ് ബാക്കി പറഞ്ഞ് അത് പറ്റൂല എന്നാണ് പറഞ്ഞത്. അതന്നെ ഞാനും പറഞ്ഞു. നേരത്തെ അങ്ങനെയല്ലേ പറഞ്ഞത്? അത് മദീനാണല്ലോ പറഞ്ഞത്. അല്ലല്ല, ആദ്യം 6 കിട്ടിയാൽ 5 തീക്ക് കൂട്ടിയാൽ പിന്നെ ഒരു നോമ്പ് ഒന്നല്ലേ ബാക്കിയുള്ള. പക്ഷെ ഷവ്വാലിൽ ആ 30 ദിവസത്തിൻ്റെ ഉള്ളിൽ ഏതെങ്കിലും ദിവസം നോറ്റാ പോരെ? അത് മതി. അപ്പൊ പിന്നെ 5 നഷ്ടപ്പെടുന്നില്ലല്ലോ, അയാൾക്ക് വീണ്ടും നോറ്റ് വീട്ടല്ലോ. അത് ചോദ്യം അതല്ല. ആകെ 6 അയാൾ നോക്കണുള്ളൂ, അതിൽ 5 വെച്ചൂടെ. അപ്പൊ ഒന്ന് ബാക്കിയായി ഷവ്വാൽ. അപ്പൊ ഷവ്വാലിൽ 1 ഉള്ളൂ, പിന്നെ 5 കൂടി എടുക്കണം. ഒന്ന് ബാക്കിയാൽ അപ്പോൾ പിന്നെ റസൂലുള്ള പറഞ്ഞതുമാതിരി സിത്ത ആരെങ്കിലും 6 നോമ്പ് ഷവ്വാലിൽ നോക്കുകയാണെങ്കിൽ ഒരു വർഷം മുഴുവൻ നോമ്പ് നോറ്റെന്നുള്ള അത് പരിപൂർണ്ണമാവണില്ലല്ലോ. ഇല്ല, അപ്പൊ ആൻസർ ഇൻകംപ്ലീറ്റ് ആണെന്ന് പറയാം. അതേ നമ്മൾ പറഞ്ഞല്ലോ. അതന്നെ പറഞ്ഞത്. അതായത് 6ൽ 5 നിർബന്ധത്തിലേക്ക്, 6ൽ 5 നിർബന്ധ നോമ്പിലേക്ക് പോയാൽ പിന്നെ ഷവ്വാലിൽ 1 എടുത്തിട്ടുള്ളൂ, ബാക്കി 5 കൂടി എടുക്കണം. ചോദ്യോത്തരത്തിന്റെ ഇവിടെ 3-4 ചോദ്യം കിട്ടിയിട്ട് പറയാം. ഫറദ് നോമ്പ് നോറ്റ് വീട്ടാൻ ബാക്കി നിൽക്കെ സ്ത്രീകൾക്ക് സുന്നത്ത് നോമ്പ് എടുക്കുന്നതിന്റെ വിധി എന്ത്? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഞാൻ ഉദാഹരണത്തിന് ഞാൻ നിങ്ങളേക്ക് 1000 റുപ്യ കടം വാങ്ങി. ഞാൻ ഇപ്പോഴത്തെ 1000 റുപ്യ ധർമ്മം ചെയ്യാം. ഈ കടം വാങ്ങിയ വിവരങ്ങൾക്ക് പുറമെ വേറെ 1-2 ആൾക്ക് അറിയാം. ഓലിന് എന്താ പറയുന്നത്? ഓലിനോട് എന്താ ഉപദേശിക്കേണ്ടത്? പറയൂ. ആദ്യം ഈ കടം വാങ്ങിയത് കൊടുക്ക്, എന്നിട്ട് ധർമ്മം ചെയ്താൽ മതി. അതുപോലെയാണ് നിർബന്ധ റമദാനിലെ നിർബന്ധ നോമ്പ് ബാക്കി ഉണ്ടായിരിക്കെ ആ പെണ്ണ് മരിച്ചാൽ അല്ലെങ്കിൽ ആണ് മരിച്ചാൽ എന്ത് വേണം? ആ നോമ്പ് കുടുംബം നോറ്റി വീട്ടണം, അല്ലെങ്കിൽ ഫിദിയ കൊടുക്കണം. എന്നാൽ സുന്നത്ത് നോമ്പ് ഉണ്ടായിരിക്കെ ഒരാൾ മരിച്ചു നിൽക്കുക, ഒരു കുഴപ്പമില്ല. അപ്പൊ നിർബന്ധ നോമ്പ് നോക്കാൻ ഉണ്ടായിരിക്കെ ആണായാലും പെണ്ണായാലും ഊന്നൽ കൊടുക്കേണ്ടത് അത് വീട്ടാനാണ്. ഇപ്പൊ ഉദാഹരണത്തിന് പറയാം, അറഫ ദിവസം വന്നു. അറഫ ദിവസം എന്നാ? അറഫ ദുൽഹജ്ജ് 9 അന്ന് നോമ്പെടുക്കുന്നു. ഒരാള് റമദാനിൽ നഷ്ടപ്പെട്ട നോമ്പെടുക്കുന്നു, ഒരാള് സുന്നത്ത് നോമ്പ്. അയാൾക്ക് റമദാനിലൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല, അയാൾ അറഫ നോമ്പെടുക്കുന്നു. ഈ റമദാനിൽ നോമ്പ് നഷ്ടപ്പെട്ട ആള് അറഫ ദിവസം സുന്നത്ത് നോമ്പ് അല്ല എടുക്കേണ്ടത്. അന്നത്തെ ദിവസം നോമ്പെടുക്കുന്നത് ഏത് നിയത്താവണം? എനിക്ക് റമദാനിൽ നഷ്ടപ്പെട്ട നോമ്പിനെ ഞാൻ വീട്ടുന്നു എന്നാക്കണം. ശരി, അയാൾക്ക് അതിനോടൊപ്പം സുന്നത്തിന്റെ കൂലി കിട്ടോ? ചിലപ്പോൾ അള്ളാഹു കൊടുക്കാം. മനസ്സിലായല്ലോ? അപ്പൊ വിധിയിൽ ചോദ്യത്തില് ഫറദ് നോമ്പ് നോറ്റ് വീട്ടാൻ ബാക്കി നിൽക്കെ സ്ത്രീകൾക്കായാലും പുരുഷനായാലും സുന്നത്ത് നോമ്പ് എടുക്കുന്നതിന്റെ വിധി എന്താ? ഫറദ് നോറ്റ് വീട്ടിയിട്ടാണ് സുന്നത്തുകൾ എടുക്കേണ്ടത്. ആ സുന്നത്തുകൾ എടുക്കേണ്ട ദിവസം ഇയാൾക്ക് ഫറദ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഫറദ് വീട്ടുകയാണ് എന്ന നിയ്യത്തിലാണ് ആ സുന്നത്ത് നോമ്പിനെ ഉപയോഗപ്പെടുത്തേണ്ടത്. കാര്യം മനസ്സിലായോ ഇല്ലേ? ഓക്കെ. കാരണവന്മാർ പഠിപ്പിച്ചത് ഫറദും സുന്നത്തും ഒന്നിച്ച് നിയ്യത്തെടുക്കാമെന്നാണ്. ഇതിൽ ഫറദാണോ സുന്നത്താണോ സ്വീകരിക്കപ്പെടുന്നത്? അങ്ങനെ കാരണന്മാരിൽ ചിലർക്ക് അഭിപ്രായമുണ്ട്. ഏത്? ഇപ്പൊ അറഫ ദിവസം ഒരാള് റമദാനിൽ നഷ്ടപ്പെട്ട ഒരു നോമ്പ് നോറ്റി വീട്ടണം എന്ന നിയ്യത്തും വെച്ചു, അറഫ നോമ്പിന്റെ സുന്നത്തിന്റെ കൂലി കിട്ടണമെന്നും വെച്ചാൽ രണ്ടും കിട്ടുമെന്ന് ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവിടെ എന്ത് വന്നു? ഫറദും സുന്നത്തും കൂടി അങ്ങനെ കൂട്ടാൻ നമുക്ക് രേഖയിൽ തെളിവില്ല. നബി അങ്ങനെ ചെയ്തതായി എങ്ങനെ ചെയ്തതായി? ഒരു അറഫ നോമ്പിനോ ഒരു മുഹറം 10 നോമ്പിനോ റമദാനിൽ എനിക്ക് മുഹമ്മദ് നബിക്ക് നഷ്ടപ്പെട്ട ഒരു നോമ്പുതാ ഞാൻ മടക്കുന്നു എന്ന് പറഞ്ഞതായി റിപ്പോർട്ടില്ല. അപ്പൊ അന്ന് ഫറദിന്റെ നിയ്യത്ത് വെച്ചാൽ ഫറദ് വീടി കിട്ടും, സുന്നത്തിന് കിട്ടുകയോ ഇല്ലേ പടച്ചോനെ അറിയാം. അടുത്തത്, ആർത്തവകാരികൾക്ക് ഖുർആൻ കയ്യിലെടുത്ത് ഓതാൻ പാടുണ്ടോ? കയ്യിലെടുത്ത് ഓതണ്ട, കയ്യിലെടുത്ത് ഓതേണ്ടതില്ല. ഖുർആനിനോടുള്ള ബഹുമാനവും ആദരവും കണക്കിലെടുത്ത് കയ്യിലെടുത്ത് ഓതാതിരിക്കലാണ് നല്ലത്. മൊബൈലിലും അതുപോലുള്ളതിലൊക്കെ ഓതാവുന്നതാണ്, വിരോധമില്ല. ഖുർആൻ എന്ന ഗ്രന്ഥം അത് സെപ്പറേറ്റ് വരുമ്പോൾ പരിഭാഷയിലും നോക്കി ഓതാം, വിരോധമില്ല. മനപ്പാടമാക്കിയത് ഓതാമോ? ഓതുന്നതിന് വിരോധമില്ല. അടുത്ത ചോദ്യം. ഇതിലൊക്കെ വേറെ വിശദീകരണം നൽകാണ്ട് ടൈമില്ലാത്തോടെ ചോദിക്കും. ഇഫ്തിറാഷിൻ്റെ തബറക്കിൻ്റെ ഇരുത്തതിലൊരു ചെറിയ സംശയം. പെരുന്നാൾ നിസ്കാരം, സുബൈൻ്റെ നിസ്കാരം, 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം, അതിൽ വ്യക്തമായിട്ടും ഏത് ഇത്താണ് ഇരുത്തിക്കേണ്ടത്?
ഒരു മുൻഗണന അതിനാണ്, മറ്റേ തെറ്റാന്ന് പറഞ്ഞൂടെ. രണ്ട് രീതിയിലും ഒരേപോലെ തെളിവുകൾ നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഒരു റക്അത്തിൽ അവസാനിക്കുന്ന, രണ്ട് റക്അത്തുകളിൽ അവസാനിക്കുന്ന നമസ്കാരങ്ങൾക്കൊക്കെ ആദ്യത്തെ അത്തഹിയാത്തിന്റെ ഇരുത്തം ഇരുന്നാൽ മതി, ഒരു വിരോധമില്ല. ഇനി ഒരാൾ മറ്റേ ഇരുന്നാൽ അയാൾ പറയാണ് സലാം വീട്ടാനുള്ളത് കൊണ്ടാണ് ഞാൻ ആ രീതിയിൽ ഇരുന്നത് എന്ന് പറഞ്ഞാൽ അതിനെ എതിർക്കാൻ പോണ്ട. മനസ്സിലായില്ലേ? അതാണ് പണ്ഡിതന്മാർ പൊതുവെ പറഞ്ഞത്, സലാം വീട്ടുന്നുണ്ടോ എങ്കിൽ അവസാന ഇരുത്തം, സലാം വീട്ടുന്നില്ലേ എങ്കിൽ ആദ്യത്തെ ഇരുത്തം എന്ന കാര്യം വ്യക്തമാണോ ഇല്ലേ? ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും തേരായാലും എതിർക്കേണ്ടയില്ല. ഏതുപോലെ ഒരാൾ അത്തയ്യാത്തിൽ വിരൽ ചൂണ്ടുന്നു, മറ്റൊരാൾ അത്തയ്യാത്തിൽ വിരൽ ചൂണ്ടുക മാത്രമല്ല ഇളക്കുകയും ചെയ്യുന്നു. ഇളക്കുന്നവൻ ഇളക്കാത്തവനെയും ഇളക്കാത്തവൻ ഇളക്കുന്നവനെയും കുറ്റം പറയേണ്ടതില്ല, രണ്ടിനും രേഖ ഉണ്ട്. ശരി, അടുത്ത ഇതിൽ ചോദ്യം. ഹലോ, നക്ഷബന്ദി തെരീക്കത്ത് എന്ന് പറഞ്ഞ ഒരു തെരീക്കത്തുണ്ട്, അതിന് കുറൂർ ഷേഖ് എന്നും പറയും. എൻ്റെ മൂത്തമ്മ കല്യാണം കഴിച്ചു പോകുമ്പോൾ സുന്നിയായിരുന്നു. അന്ന് കടലുണ്ടിയിൽ മുജാഹിദ് പ്രസ്ഥാനം ഉണ്ടായിരുന്നില്ല. അപ്പോൾ പക്ഷേ എൻ്റെ കല്യാണം കഴിച്ച മൂത്തമ്മനെ കല്യാണം കഴിച്ച മൂത്താപ്പ കുറൂർ ഷേഖിൽപ്പെട്ട ആളായിരുന്നു. അങ്ങനെ മരിച്ചപ്പോൾ കടലുണ്ടിയിൽ മറവ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് അങ്ങനെ തോണിയിൽ ആണ് മയ്യത്ത് കൊണ്ടുപോയത്. അത് ശരിയാണോ എന്ന് ചോദിക്കട്ടെ. ആ ചോദ്യത്തിന് ഉത്തരം ഖുർആനും സുന്നത്തും പറഞ്ഞുതരാൻ പറ്റില്ല. എന്തായാലും അള്ളാഹുവിന്റെ ദീനനുസരിച്ചാണ് അവർ ജീവിച്ചതെങ്കിൽ തോണിയിലല്ല, ഏത് നിലക്ക് മയ്യത്ത് കൊണ്ടുപോയി മറമാടിയാലും അവർ സ്വർഗത്തിലെത്തും. ദീനിനെതിരായ രീതിയാണോ, എവിടെ മറമാടിയാലും ഏത് വാഹനത്തിൽ കൊണ്ടുപോയാലും നരകത്തിലെത്തും. അത് നമുക്ക് അത്ര ക്ലിയർ ചെയ്യാൻ കഴിയില്ല. ഈ ചോദ്യം ദീനുമായി ക്ലിയർ ചെയ്യാൻ കഴിയില്ല. അടുത്ത ചോദ്യം. നോമ്പുകാരൻ, അതാണ് ഞാൻ പറഞ്ഞത്. ഈ രോഗിയുടെ അവസ്ഥ നോക്കണം. നോമ്പ് തുറന്നിട്ട് രക്തം കൊടുത്താൽ മതിയോ? ബാങ്കുകൾ ഉള്ളതാണ്, രക്തബാങ്കുകളുണ്ട്, ഹോസ്പിറ്റൽ അറ്റാച്ച്ഡ്. പെട്ടെന്ന് അവർ കൊടുക്കുകയാണെങ്കിൽ നോമ്പ് തുറന്നിട്ട് മതിയെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. പണ്ഡിതന്മാർ രണ്ട് നിലക്ക് പറയുന്നുണ്ട്. രക്തം ദാനം ചെയ്താൽ നോമ്പ് മുറിയില്ല എന്ന് പറയുന്നുണ്ട്. ഏതുപോലെ ശരീരത്തിൽ നിന്ന് മുറിവ് പറ്റി രക്തം പോയാൽ അതുകൊണ്ട് നോമ്പ് നഷ്ടപ്പെടൂല എന്ന് പറയുന്നത് പോലെ, മറ്റൊരു വിഭാഗം പണ്ഡിതന്മാർ കൊമ്പ് വപ്പിച്ച ഹദീസ് പ്രകാരം വലിയ അളവ് രക്തം ശരീരത്തിൽ നിന്ന് എടുത്താൽ അത് ക്ഷീണത്തിന് കാരണമാകുമെന്നും അതുകൊണ്ട് നോമ്പ് നഷ്ടപ്പെട്ടതായി കണക്കാക്കണമെന്നും രക്തം വലിയ അളവിൽ കൊടുത്താൽ ആ നോമ്പ് പിന്നീട് മടക്കണമെന്നും പറയുന്നു. അപ്പൊ നല്ലത് ഈ രോഗിക്ക് മഗ്‌രിബ് വരെ ക്ഷമിക്കാൻ അഡ്ജസ്റ്റിന് പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇല്ല എങ്കിൽ രക്തം കൊടുത്തിട്ട് അന്നത്തെ നോമ്പ് റമദാൻ കഴിഞ്ഞിട്ട് ഒരു ദിവസം മടക്കുക. ഇപ്പത്തെ വാക്സിനോ, കൊറോണ വാക്സിൻ എടുക്കുന്നതുകൊണ്ട് നോമ്പ് നഷ്ടപ്പെടില്ല, എടുക്കാൻ വിരോധമല്ല. അടുത്ത ചോദ്യം. കുട്ടികളുടെ ഭാഗത്തുനിന്ന് വന്നൊരു ചോദ്യമായിരുന്നു, നോമ്പിന് സമയത്ത് ഗെയിം കളിക്കുന്നതിന് വിരോധം ഉണ്ടോ എന്നുള്ളത്. മൊബൈലിൽ ഗെയിം കളിക്കുക അങ്ങനത്തെ സംഭവങ്ങൾക്ക് വിരോധം ഉണ്ടോ എന്ന് ചോദിക്കാൻ പറഞ്ഞാണ്. ഈ കളി റമദാൻ നോമ്പ് എടുത്തുകൊണ്ട് സമയം തീർക്കാനായി പല കളികളും കുട്ടികൾ കളിക്കാറുണ്ട്. മൊത്തത്തിൽ അങ്ങനെ കളിനെ റമദാന്റെ പകലിൽ പരിശീലിപ്പിക്കുന്ന ഒരു മതമല്ല ഇസ്ലാം. എന്നാൽ കുട്ടികളാകുമ്പോൾ നോമ്പ് തുറക്കാനുള്ള സമയം മണിക്കൂറുകൾ ഇവർക്ക് പട്ടിണി നന്നായി ബാധിക്കും, വിശപ്പും ദാഹമൊക്കെ ഉണ്ടാവും. അപ്പോൾ അല്പസ്വല്പൊക്കെ സമയം കളിച്ചോട്ടെ, ഒരു ഫുൾ ടൈം അതിനെ കൂടണ്ട. ഏതുപോലെ 5 സമയത്ത് നമസ്കരിക്കാൻ പള്ളിയിൽ വരണം, ഖുർആൻ പാരായണം ചെയ്യണം, മദ്രസയിൽ ദീനി പഠനം ഉണ്ടെങ്കിൽ വയലുണ്ടെങ്കിൽ അതിനൊക്കെ പോകണം, കൂട്ടത്തിൽ കുറച്ച് സമയമൊക്കെ കളിക്കാം. അല്ലാതെ സുബൈ മുതൽ മഗ്‌രിബ് വരെ കളിച്ചുകൊണ്ട് ക്രിക്കറ്റ് പോലെ അതിന് ഇരിക്കരുത്. അടുത്ത ചോദ്യം. ചോദിച്ചോളൂ. സമയമായാൽ നോമ്പ് തുറന്നുകൂടെ? സമയമായാൽ വാങ്ങിക്കിളി കേൾക്കേണ്ടതില്ല. വാച്ച് മുന്നോട്ട് നടത്തി വെച്ചുകൊണ്ട് തുറക്കരുത്. സുബൈന്റെ ടൈമിൽ വാങ്ങി വിളി കേട്ടു, നോമ്പ് തുടങ്ങി. മഗ്‌രിബിന്റെ ടൈമിൽ വാങ്ങി വിളി കേട്ടില്ല,
മൊബൈലോ വാച്ചിലോ ടൈമായി എന്ന് ഉറപ്പായ തുറക്കാം, ഒരു വിരോധമില്ല. തുറക്കുന്ന കാര്യത്തിൽ ധൃതി കാണിക്കണം എന്നാണ് റസൂലുള്ളാഹി പറഞ്ഞത്. തുറക്കുന്ന വിഷയത്തിൽ ധൃതി കാണിക്കണം എന്നാണ്. അപ്പോഴാണ് നമുക്ക് കൂടുതൽ കൂലി കിട്ടുക. തുറക്കാനായിട്ടും ഇനി 2 മിനിറ്റ് കയ്യട്ടേന്ന് നോക്കുമ്പോൾ കൂലി കുറയാണ് ചെയ്യുക. തുറക്കുമ്പോൾ ഈത്തപ്പഴം കൊണ്ടോ അല്ലെങ്കിൽ ഉണങ്ങിയ കാരക്ക കൊണ്ടോ, അത് രണ്ടും കിട്ടിയിട്ടില്ലെങ്കിൽ വെള്ളം കൊണ്ടോ, എന്ന് പറഞ്ഞുകൊണ്ട് മറ്റു പ്രാർത്ഥനകളൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് തുറക്കേണ്ടത്. നമസ്കരിക്കുന്നവൻ മഗ്‌രിബ് നമസ്കരിക്കേണ്ടത് നോമ്പ് തുറന്ന ശേഷമാണ്. പിന്നെ ഹലോ, ഈ നോമ്പിന് അത്താഴം കഴിക്കുമ്പോ തുടങ്ങിയിട്ട് പകുതിക്ക് വെച്ചോ ബാങ്ക് കൊടുത്താല് അത് അവസാനിപ്പിക്കാൻ പറ്റുമോ? അപ്പൊ തന്നെ നിർത്താം. അത് ഫുള്ള് തീരുമ്പോഴേക്കും ചിലപ്പോ ബാങ്ക് കൊടുത്ത് കഴിഞ്ഞിട്ടും തീരാത്ത രീതിയിൽ ബാക്കിയുണ്ടെങ്കിലോ? ബാങ്ക് കൊടുത്ത് കഴിയണ വരെ വേണ്ട വേണ്ട, തുടങ്ങി അപ്പൊ തന്നെ വേണ്ട. കയ്യിലുള്ളത് തിന്നുകൊണ്ട് തീർക്കട്ടെ, അവൻ നിലത്ത് വെക്കേണ്ടതില്ല എന്നുള്ള ഹദീസ് ഈ വിഷയത്തിൽ സ്ഥിരപ്പെട്ടതാണ്. പക്ഷെ അതിനുള്ള ഒരു ചാൻസ് നമ്മൾ തുറന്നു കൊടുത്താല് ലാ ഇലാഹ ഇല്ലല്ലാഹ് വരെ തിന്നാലോ തിന്നൂടാന്ന് പറയുന്ന അവസ്ഥ വരും. അതുകൊണ്ട് ബാങ്ക് വിളി കേട്ടാൽ, ഏത് സുന്നി പള്ളിയിൽ നിന്നല്ല, അത് 5 മിനിറ്റ് നേരത്തെ ധാരാളം തിന്നോ. സുന്നി പള്ളിയിൽ നിന്ന് കേട്ടാൽ തിന്നോ. നമ്മളെ പള്ളി കൃത്യ ടൈമിന് വാങ്ങി കൊടുക്കുന്ന പള്ളിയിൽ നിന്ന്, മുജാഹിദ് പള്ളികളിൽ നിന്ന് കേട്ടാൽ ഉടനെ നിർത്തി. കയ്യിലുള്ള ഒരു ഉരുളയോ വായിൽ വെച്ചതോ ഇറക്കി കളയുന്നതിന് വിരോധമല്ല, വെള്ളം കുടിക്കുന്നതിനും വിരോധമല്ല. അല്ലാതെ അത് ഇപ്പൊ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, ലാ ഇലാഹ ഇല്ലല്ലാഹ് വരെ നമുക്ക് കഴിക്കാലോ എന്ന് വിചാരിച്ച് നീട്ടിക്കൊണ്ടാകാൻ പാടില്ല. അടുത്തത് നമ്മളെ സമയം അവസാനിക്കാറായി. പെട്ടെന്ന് ആർക്കെങ്കിലും ഉണ്ടോ? ഇങ്ങോട്ട് തരൂ. എഴുതി കിട്ടിയ ഒരു ചോദ്യമാണ്. ജമാഅത്ത് നമസ്കരിക്കുമ്പോൾ പുരുഷന്മാർക്ക് പുറകിലാണ് സ്ത്രീകൾ നിന്നിരുന്നത് പ്രവാചകന്റെ കാലത്ത്. ഇപ്പോൾ പള്ളിയിൽ മുകളിലും താഴെയുമായാണ് നിൽക്കുന്നത്. ഇത് ശരിയാണോ? ശരിക്കും പെണ്ണുങ്ങളെ സ്വപ്പ് പുരുഷന്മാരെ ബാക്കിൽ തന്നെയാണ്. അപ്പൊ നമ്മളിപ്പോ നമ്മളെ പള്ളികളിലൊക്കെ സ്ത്രീകളെ ഒരു പ്രത്യേകിച്ച് ഒരു ഭാഗത്തേക്ക് ആക്കിയിരിക്കുക. പ്രവാചകന്റെ കാലഘട്ടത്തിൽ ആണുങ്ങളെ ബാക്കിൽ കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് പെണ്ണുങ്ങൾ അങ്ങനെ സ്വഫായി നിൽക്കുന്ന സമ്പ്രദായമായിരുന്നു ഉണ്ടായിരുന്നത്. നബിന്റെ കാലത്ത് പള്ളിക്ക് തട്ടുണ്ടായിരുന്നില്ല. പിന്നീടാണ് ആ സംവിധാനങ്ങളൊക്കെ വരുന്നത്. എന്തായാലും അതിന് വിരോധമല്ല. ഇമാമിനെ മുൻകടക്കാൻ പാടില്ല. മോളിന്ന് ഇപ്പൊ മുകളിൽ പെണ്ണുങ്ങൾ നിസ്കരിക്കാൻ, ഇമാമിനെ മുൻകടന്ന് കയറിക്കാൻ പാടില്ല. അത്രയേ ഉള്ളൂ. അതിന് വിരോധം ഒന്നും ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. വേറെ പിന്നെ കോഴിക്കോട്ട് നിന്ന് മരിച്ച ഒരാൾ കാദിയാനിയാണ്. അദ്ദേഹത്തെ സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പിന്നെ മിർസ ഗുലാം കാദിയാനി മരിച്ചു കിടക്കുന്ന സ്ഥലം പഞ്ചാബാണ്, അവിടേക്ക് കൊണ്ടുപോയി. അത് ശരിയാണോ? ഒരിക്കലും ശരിയല്ല. ഇയാൾക്ക് സ്വർഗം കിട്ടുമോ ഇല്ലെന്നൊന്നും നമുക്കറിയില്ല. നല്ല രീതിയിൽ ജീവിച്ചാൽ അള്ളാഹു സ്വർഗം കൊടുക്കാം എന്ന് പറയല്ലാതെ ഒരാളെ കുറിച്ച് അയാൾ നരകത്തിലാണ് അല്ലെങ്കിൽ അയാൾ സ്വർഗത്തിലാണ് എന്ന് വിധി പറയാൻ ഒരു മുസ്ലിമിനും ഒരവകാശമില്ല. അത് അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ. ഇവൻ മരിച്ച അവസ്ഥ എങ്ങനെയെന്നത് റബ്ബിന് മാത്രമേ അറിയൂ. അപ്പോ അങ്ങനെ പഞ്ചാബിലേക്ക് കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി സ്വർഗത്തിൽ എത്തുമെന്ന വിശ്വാസം തന്നെ തെറ്റാണ്. ഇയാൾ എവിടെയാണോ മറമാടിയത് ആ സ്ഥലത്ത് തന്നെ, അല്ല മരിച്ചത് ആ സ്ഥലത്ത് തന്നെ മറമാടലാണ് ഏറ്റവും ഉത്തമം. നല്ല മനുഷ്യനാണെങ്കിൽ അയാൾ സ്വർഗത്തിലെത്തും. ഇല്ലെങ്കിൽ അയാളുടെ കർമ്മത്തിന് തെറ്റി വന്നതിനനുസരിച്ച് ശിക്ഷ അനുഭവിച്ച ശേഷം സത്യവിശ്വാസിയാണെങ്കിൽ സ്വർഗത്തിലേക്ക് വന്നു. ഞാൻ പിന്നെ രാവിലെ മുതൽ വൈകുന്നേരം വരെ മരുന്നെടുക്കുന്ന ആളാണ്. എനിക്ക് നോമ്പ് നോൽക്കാൻ പറ്റുമോ? നിങ്ങൾ രോഗിയാണെന്നാണ് തോന്നുന്നത്. രോഗിയാണെങ്കിൽ എടുക്കേണ്ടതില്ല. മരുന്ന് ഒഴിവാക്കിയാൽ നോമ്പിന് കുഴപ്പമുണ്ടാവും. മരുന്ന് കുടിക്കാതിരുന്നാൽ, പകലിൽ മരുന്ന് ഒഴിവാക്കിയാൽ ശരീരത്തിന് ക്ഷീണം ഉണ്ടാവുക ഉണ്ടെങ്കിൽ നോമ്പ് എടുക്കേണ്ടതില്ല. ഫിദിയ കൊടുത്താൽ മതി. ഫിദിയ കൊടുക്കാൻ കഴിയോ? അല്ല, അത് എന്താ കൊടുക്കേണ്ടത്? ഇന്നത്തെ നിലയ്ക്ക് എന്താ കൊടുക്കേണ്ടത്? അതാണ് ഞാൻ ആദ്യം സംസാരത്തിൽ പറഞ്ഞത്. ഒരു നോമ്പിന് ഒരു പാവപ്പെട്ടവന്റെ ഫുഡ്, ഒരു ഉദാഹരണം കൂടെ. നിങ്ങൾ ഒരു നേരത്തെ കഴിക്കുന്ന ഫുഡിന് എത്ര രൂപ വില വരും? ഏകദേശം നിങ്ങളെ വീട്ടിൽ നിന്ന് നിങ്ങൾ ഒരു സമയത്ത് കഴിക്കുന്ന ഫുഡിന് എത്ര രൂപ വില വരും?
അത് 8 റുപ്യായിട്ടാണ് കൊടുക്കേണ്ടത്. ഉറുപ്പ്യ കൊടുക്കാനേ പാടില്ല. അലല്ലദീന യുതീഖൂനഹു ഫിദിയത്തുൻ തുആമു മിസ്കീൻ. പ്രവാചകന്റെ കാലഘട്ടത്തിൽ സക്കാത്തുൽ ഫിത്ർ ഉറുപ്പ്യായിട്ട് കൊടുത്തിട്ടില്ല, നോമ്പിന്റെ ഫിദിയ ഉറുപ്പ്യായിട്ട് കൊടുത്തിട്ടില്ല, ബലിമാംസം ഉറുപ്പ്യായിട്ട് കൊടുത്തിട്ടില്ല. ഇതൊക്കെ ഓരോ കാലഘട്ടത്തിനനുസരിച്ച് മാറ്റാൻ പറ്റൂല, പൈസയിലേക്ക് മാറാൻ പാടില്ല. ഇമാം ബുഖാരി അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന സംഭവത്തിൽ അനസ് പറയുന്നത്, അനസിന് വയസ്സായപ്പോൾ, അനസ് റളിയല്ലാഹു അൻഹുവിന് പ്രായമായപ്പോൾ, നോമ്പെടുക്കാൻ കഴിയാതെ വന്നപ്പോൾ നോമ്പ് 29-ന്റെ അന്ന് 30 ആളുകളെ വിളിച്ച് ഫുഡ് കൊടുത്തിരുന്നു, റൊട്ടിയും മാംസവും കൊടുത്തിരുന്നു എന്ന് കാണാം. അപ്പോ നിങ്ങൾ കൊടുക്കേണ്ടത് ഒരാൾക്ക് ഒരു നോമ്പിന് ഒരു നേരത്തെ ഭക്ഷണം, അങ്ങനെ ഫിദിയ കൊടുത്താൽ മതി. ഒരു ചെറിയ സംശയം ഒഴിവാക്കാൻ വേണ്ടി വരാം. കാദിയാനി വിശ്വാസം ഇസ്ലാമിനോട് വല്ല ബന്ധമുണ്ടോ? കാദിയാനിസം സ്വീകരിച്ച ഇസ്ലാമിന് പുറത്താണ്. നമ്മളെ കണക്ക് പ്രകാരം, നമ്മൾ മനസ്സിലാക്കിയത് പ്രകാരം, കാദിയാനിസത്തിലേക്ക് ഒരാൾ പോയാൽ അയാൾ മുസ്ലിമായി അയാളെ പരിഗണിക്കാൻ പറ്റൂല. അയാളെ ഇസ്ലാമിക നിയമം അനുസരിച്ച് മരിച്ചവരുമായിട്ടല്ല നമ്മൾ കണക്കാക്കുന്നത്. കാരണം മുഹമ്മദ് നബിക്ക് ശേഷം പ്രവാചകനില്ല, പരിശുദ്ധ ഖുർആനിന് ശേഷം വേദഗ്രന്ഥമില്ല. ഇതിന് എതിരായിക്കൊണ്ട് കാദിയാനി പ്രവാചകനാണെന്ന് വിശ്വസിക്കുന്ന കാദിയാനികൾ പരിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും നിയമം അനുസരിച്ച് ഇസ്ലാമിന്റെ പുറത്താണ്. ഇനി എന്തെങ്കിലും ഉണ്ടോ? നമ്പർ പറഞ്ഞു, നിങ്ങൾ വിളിക്കേണ്ട ടൈം രാത്രി 9:30 ശേഷം. തറാവി ആവുമ്പോ 10 മുതൽ 10:30 വരെ, റമദാൻ തുടങ്ങിയാൽ 10 മുതൽ 10:30 വരെ വിളിക്കുക. ഈ ചോദ്യോത്തരങ്ങൾ എനിക്ക് ഡെയിലി വരാറുണ്ട്, മിക്കവാറും ദിവസം വരും. 1-2 ദിവസമൊക്കെ ഒരു ആഴ്ചയിൽ ഒഴിവുണ്ടാവും. അപ്പോ 2, 3, 4 ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും. 10 കഴിഞ്ഞാൽ 10:30 ആയ ചോദ്യങ്ങൾ പിന്നീട് ഉത്തരം കിട്ടൂല, അവിടെ സ്റ്റോപ്പ് ചെയ്യലാണ് പരിപാടി. അപ്പൊ ഏകദേശം 10-ന്റെയും 10:30-ന്റെയും ഇടയിൽ വിളിക്കുക. ചോദ്യം വളരെ കുറഞ്ഞ സമയത്ത് ചോദിക്കാനായി നിങ്ങൾ ആദ്യം തന്നെ ചോദ്യത്തെ പറ്റി പഠിച്ചു വെക്കുക, എന്നിട്ട് ചോദിച്ചോളാം. നമ്പർ എഴുതി വെച്ചോളൂ: 9846 9846 08 44 04. 9846 08 44 04. അബ്ദുള്ള ഫാറൂഖി അരിപ്രാന്ന് കൊടുക്കുക. ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇസ്ലാമികപരമായ ചോദ്യങ്ങളായിരിക്കണം. ഉത്തരം അപ്പൊ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരും. അഥവാ കിട്ടിയിട്ടില്ലെങ്കിൽ പിറ്റേ ദിവസം ആ സമയത്തേക്ക് തരാന്ന് പറയും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഈ ഒരുമിച്ച് കൂടൽ ഒരു സ്വാലിഹായ കർമ്മമായി അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാണ്. എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹു നമുക്ക് പുറത്തു തരും. ദീനിനെ പറ്റി കൂടുതൽ പഠിക്കുക, പരിശുദ്ധ റമദാനിലെ നല്ല നിലയിൽ ഉപയോഗപ്പെടുത്തുക, റമദാൻ കഴിയുമ്പോഴേക്ക് തഖ്വ ഉള്ളവരായി മാറുക. അതിന് അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.